നമസ്കാരം. ജീവിതത്തിൽ ആദ്യമായിട്ട് കെ.എം. ഷാജിയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്യാണ്. എല്ലാ സംഘടനകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവരാരും നികുതി കൊടുത്തത് മുസ്ലിം ലീഗിനും CPM-നും കോൺഗ്രസിനും ഒന്നല്ല. ഇവർ നികുതി കൊടുത്തത് സർക്കാരിനാണ്. ആദ്യത്തെ റെസ്പോൺസിബിൾ അതോറിറ്റി എന്ന് പറയുന്നത് സർക്കാരാണ്. അങ്ങനെ നിരാലംബരാകുമ്പോൾ ഒരുപാട് സംഘടനകൾ അവരൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയാണ്, അവർക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് അവർക്ക് തോന്നുക. എന്നാൽ സർക്കാർ കൊടുക്കുന്നതാണ് ഒരു അഭിമാനത്തോടെ, അവന്റെ അവകാശബോധത്തോടെ അവന് വാങ്ങാൻ കഴിയുക. അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ടത് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളല്ല, മറിച്ച് ഇത്തരത്തിലുള്ള ഗവൺമെന്റ് സിസ്റ്റമാണെന്നാണ് കെ.എം. ഷാജി പറയുന്നത്. അതിൽ കെ.എം. ഷാജി മെൻഷൻ ചെയ്യുന്നത് ആരെയാണ്? ഞാൻ നേരിട്ട് മാത്രമേ സഹായം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്കെതിരെ ഇതുവരെ ക്യാമ്പയിൻ ചെയ്ത മുസ്ലിം ലീഗുകാർക്കെതിരെ തന്നെയാണ് കെ.എം. ഷാജി ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുള്ളത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ കവളപ്പാറ ദുരിതം കൂടി പറഞ്ഞു പോകാതെ വയ്യ. കാരണം കവളപ്പാറ ദുരിതബാധിതർക്കായി ലീഗ് ഒരു മാസ് ക്യാമ്പയിൻ നടത്തി, ഒരു വലിയ രീതിയിലുള്ള ഫണ്ട് റേസിംഗ് നടത്തി. ആ ഫണ്ടെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് 3 ഏക്കർ സ്ഥലം വാങ്ങി. ആ 3 ഏക്കർ സ്ഥലം നറുക്കെടുത്തുകൊണ്ട് കവളപ്പാറയിലെ ദുരിതബാധിതർക്ക് കൊടുക്കുമെന്നാണ് ലീഗ് നേതൃത്വം പറഞ്ഞിരുന്നത്. കവളപ്പാറയിൽ മുസ്ലിം ലീഗ് 3 ഏക്കർ ഭൂമി വാങ്ങി എന്നുള്ള കാര്യം സത്യമായിരുന്നു. പക്ഷേ ഈ 3 ഏക്കർ ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമി പോലും ദുരിതബാധിതർക്ക്, നേരിട്ട് ദുരിതം അനുഭവിച്ചവർക്ക് കൊടുക്കേണ്ടി വന്നില്ല. പണപ്പിരിവ് നടത്തി 4 ഇടങ്ങളിലായി മുസ്ലിം ലീഗ് വാങ്ങിയ 3 ഏക്കർ സ്ഥലത്തിൽ ഏകദേശം 1 ഏക്കറോളം സ്ഥലം ദാ ഈ കാണുന്നതാണ്. ഇതിൽ മണ്ണിടിച്ചിലുള്ള ഭൂമിക്ക് തൊട്ടു മേലെ കാണുന്നത് കൊടും കാടാണ്. ഇവിടെ എങ്ങനെ ഒരാൾ വീട് വെച്ച് താമസിക്കും? താമസയോഗ്യമല്ലാത്ത ഇത്തരം ഭൂമിയിലാണോ വീട് വെച്ച് കൊടുക്കേണ്ടതെന്ന വിമർശനം ലീഗിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ആ 3 ഏക്കർ ഭൂമിയിൽ താമസ യോഗ്യമായ സ്ഥലത്ത് ഏകദേശം 10ഓളം വീടുകൾ ലീഗ് നിർമ്മിച്ച് നൽകിയിട്ടുണ്ടെന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അതിൽ പോലും 25 സെന്റോളം സ്ഥലം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാക്കിയെന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഇന്നലെ വരെ അത് ആരോപണമായിരുന്നു. ഇന്ന് അദ്ദേഹം തന്നെ ലൈവിൽ വന്ന് നേരിട്ട് പറയാണ്, ആ 25 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിയ വിലക്ക് ഇപ്പോഴും ഞാൻ തരാം. അത് അവിടെ കിടപ്പുണ്ട്. ഞാൻ അതുകൊണ്ട് മറച്ചു വിൽക്കാനോ ആർക്കും കൊടുക്കാനോ ഒന്നും പോയിട്ടില്ല. അതല്ല, ഇനി പാവപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാനും ഞാൻ തയ്യാറായി. പ്രളയത്തിലോ ഇതിൽ കൊളപ്പാറ ദുരന്തത്തിലോ പെട്ട ആർക്കെങ്കിലും ആ സ്ഥലം കിട്ടാത്തതോ സർക്കാരിന്റെ ധനസഹായം ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും ഞാൻ തയ്യാറാണ്. കൂടുതൽ പറഞ്ഞു വഷളാക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ പറയുള്ളൂ. ഇത്തരം ഒരു ദുരിതമുണ്ടായാൽ നമ്മൾ ആർക്ക്, എവിടെ, എങ്ങനെയാണ് സഹായം നൽകേണ്ടത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഓരോ രൂപയും CAG ഓഡിറ്റിന് വിധേയമായിട്ടുള്ള ഫണ്ടിനാണോ, ഇപ്പൊ പേര് മാറ്റിക്കൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള ആപ്പിലേക്കാണോ അയക്കേണ്ടതെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അത്രേ ഉള്ളൂ.